അപ്പോൾ നമ്മൾ ഇന്നിവിടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് ഇത്രയും നെല്ലിക്ക, ഇത്രയും നെല്ലിക്കയാണ് എടുത്തേക്കണം. ഇത്രയും നെല്ലിക്ക പീസായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഇടാം. എനിക്കിപ്പോൾ ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് ഉപ്പിടുക, നല്ല ഫ്ലേവറായിരിക്കും. ഇത്രയും ഉപ്പിട്ടിട്ട് മതി. ശരിക്കും തിരിഞ്ഞിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, കുറച്ച് ചൂടുവെള്ളമാണ് ഇത് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ്സ് ഇത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മളിത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേനാണ് കേട്ടോ. ഈ ഡിസാനോടെ ഒരു ഹണി ഇത്രയുണ്ട്. ഇത്ര യൂസ് ചെയ്തതാണ്, ഇത്രയും ബാക്കിയുണ്ട്. ഇത് ശർക്കരയൊന്നും അല്ല, ഇത് കട്ട പിടിച്ച് പോയതാണ്. അപ്പം ഇതിനകത്തേക്ക് ഇപ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം കൂടി ഇത് മൊത്തം വേണം കേട്ടോ. ഇത് ശർക്കര ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് മുഴുവനും വേണം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പിന്നെ നെല്ലിക്ക ചൂടായി എടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാതെ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി വെച്ച തേനില്ലേ, അത് ഒഴിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റായിട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ശരിക്കും തിളപ്പിക്കണം. അപ്പം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണിൻ്റെ RKG ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്ര ഇടുകയാണ്. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ശരിക്കും മിക്സ് ചെയ്യുക. ഇത് വെള്ളമായിട്ടിരിക്കുന്നു നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കാവും. ശരിക്കും മിക്സ് ചെയ്യുക കേട്ടോ. സംഭവം ഇത്രയായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് തേനുണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുണ്ട് ഈ തേൻ. അത്ര മതി. ഇത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും മിക്സ് ചെയ്തിട്ട് ചൂടാറിക്കഴിയുമ്പോൾ നമ്മൾ തേനിരുന്നില്ലേ ആ ഡബ്ബിയിലേക്ക് തന്നെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം, ചൂടാറട്ടെ. ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത്രയും സംഭവങ്ങൾ പൊടിച്ചെടുത്തത് ഇടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ചൂടാറി നമ്മൾ ഈ ബോക്സിലെടുത്ത് വെക്കുക. ചൂടാറിയ ശേഷം നമ്മുടെ സംഭവം നമ്മൾ സെറ്റായിട്ട് ഈ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിരുന്നു, ഈ ബോട്ടിൽ ഫുള്ളുണ്ട്. ഇനി നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കുക. ഒരു 1-2 ഡേയ്സ് കഴിഞ്ഞിട്ട് എടുത്ത് കഴിച്ച് നോക്കുക കേട്ടോ. സെറ്റായിരിക്കും.